ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് പരാജയത്തിൻ്റെ വക്ക് വരെ എത്തിയ രണ്ട് സംരംഭകരുടെ അനുഭവങ്ങളാണ്. കേരളത്തിൽ തന്നെ ഉള്ളത്. അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ചെയ്യാതെ ജസ്റ്റ് ഒരു മാനുഫാക്ചറായിട്ട് മാത്രം ഇങ്ങനെ ഇരുന്നു. അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അവരുടെ സ്വന്തം പേരിൽ അവർ പ്രൊഡക്റ്റ് ഇറക്കിയില്ല. അവർ മാനുഫാക്ചർ ചെയ്യും, ആർക്കെങ്കിലും കൊടുക്കും, അവരത് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവരുടെ പേരോ ഇതൊന്നുമില്ല. ആരാണ് ഈ പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ ഓണർ എന്ന് തിരിച്ചറിയാൻ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു എവിഡൻസും ഇല്ല, ഒന്നുമില്ല, ഒരു ഐഡൻറ്റിറ്റി അവർക്കില്ല. അപ്പോൾ ബ്രാൻഡ് ചെയ്യാതെ ഇവർ വിറ്റപ്പോൾ വന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഞാൻ പറയണത്. ഒരു സംരംഭകൻ ഇതേപോലെ ഒരു യൂണിറ്റ് തുടങ്ങി, മാനുഫാക്ചറിങ് യൂണിറ്റ്. അവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എല്ലാം മാനുഫാക്ചർ ചെയ്തിട്ട് ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇങ്ങനെ കൊടുക്കും. മാനുഫാക്ചർ ചെയ്യാൻ കൊടുക്കുക, അപ്പോൾ അവർ ബൾക്കായിട്ട് എടുക്കുമല്ലോ. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട, ജസ്റ്റ് അവർക്ക് അങ്ങ് കൊടുത്താൽ മതി, അവർ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും ഷോപ്പുകളിലും കാര്യങ്ങളും എല്ലാം. ഇവിടെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ഓർഡർ ഉള്ള പ്രൊഡക്റ്റ്, ഇവർക്ക് നല്ല ഓർഡർ കിട്ടിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആ ഡിസ്ട്രിബ്യൂട്ടർ സ്വന്തമായിട്ട് അങ്ങ് മാനുഫാക്ചറിങ് തുടങ്ങി. അതോടുകൂടി ഇവരുടെ സെയിലിൻ്റെ ഒരു 10-15% അങ്ങ് ഇടിഞ്ഞു. ഇവിടെ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടറെ മാത്രമാണ് ഈ തുടക്കം കുറിച്ച സംരംഭകന് പരിചയമുള്ളൂ, വേറെ ആരെയും പരിചയമില്ല. ഇവർ നേരിട്ട് ഷോപ്പുകളിൽ കൊടുക്കുകയോ ഇവരുടെ സ്വന്തം ബ്രാൻഡിൽ ഇറക്കുകയോ ഒന്നുമില്ല, ഒരു ഐഡന്റിറ്റിയിൽ ഒന്നുമില്ല. ഒരു പോയിന്റിലെത്തിയപ്പോൾ നല്ല ഓർഡർ തന്നെ കണ്ടപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ തന്നെ ഒരു മെഷീൻ ഇറക്കി വെച്ച് മൂപ്പരത് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് ഓൾറെഡി മറ്റു കോണ്ടാക്ട്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് അയാൾ സെല്ല് ചെയ്യൽ തുടങ്ങി. ഇപ്പൊ ഇവർ ഒരു പരാജയത്തിന്റെ വക്കിലാണ്. തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂവെങ്കിലും ഇവർ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യാൻ വിട്ടുപോയി. ഇതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്ത് ജസ്റ്റ് ഒരു മാനുഫാക്ചറായിട്ട് മാത്രം ഇരുന്നാലുള്ള മെയിൻ പ്രോബ്ലം ഇതാണ്. നിങ്ങളെ കസ്റ്റമർ അറിയില്ല ഇതിൻ്റെ യഥാർത്ഥ മേക്കർ ആരാണെന്നുള്ളത് കസ്റ്റമർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് ആ ഫൈനൽ ആരാണ് അവരുടെ കയ്യിലേക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കണേ അവരെ പറ്റി അറിയും. ഒരു പാക്കേജിങ്ങും ഇല്ല, ഒന്നുമില്ല, ബ്രാൻഡിങ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്തോടി. അതുകൊണ്ട് വന്ന പ്രശ്നമാണ്. ഇവിടെ രണ്ടാമത്തെ ഒരു സംരംഭകൻ, അദ്ദേഹം എന്തോ ബാഗ് മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബാഗ് ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യും, എന്നിട്ട് ഒരു 3-4 ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അവരുടെ കയ്യിലേക്ക് ഇതങ്ങ് കൊടുക്കും. മാനുഫാക്ചർ ചെയ്യാൻ കൊടുക്കാം, നല്ല എളുപ്പമാണല്ലോ, നമ്മളൊന്നും അറിയണ്ട. ലാസ്റ്റ് പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പേര് വട്ടം കൂടിയിരുന്ന ഒരു ഗൂഢാലോചന അങ്ങോട്ട് നടത്തി. അല്ല, സംരംഭകനാകെ വിൽക്കാൻ നമ്മൾ മാത്രമുള്ള ഒരു സോഴ്സ് ഉള്ളൂ, ചാനലുള്ളൂ. നമ്മൾ 4 പേരിലൂടെ അല്ലാതെ ഇയാൾ വേറെ വിൽക്കണമൊന്നുമില്ല, ഇയാൾക്ക് വേറെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ 4 പേരും കൂടി വട്ടം കൂടിയിരുന്ന് പ്രൈസ് അങ്ങ് തീരുമാനിക്കുക. നമുക്ക് മാക്സിമം ലാഭം കിട്ടുന്ന രീതിയിലും പുള്ളിക്ക് ലാഭം കുറയണ രീതിയിലും നമുക്കൊരു വില അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. പുള്ളി തന്നെ വിലക്കെടുക്കണ്ട, നമുക്ക് വില ഡിമാൻഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെ അവർ വില ഡിമാൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ സംരംഭകന് ലാഭം ഇല്ലാണ്ടായി തുടങ്ങി, കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം സംരംഭകന് കസ്റ്റമർ അറിയില്ല. ഇയാളുടെ ബാഗ് വാങ്ങുന്ന കസ്റ്റമറെ ഈ സംരംഭകൻ നേരിട്ട് കണ്ടിട്ടില്ല. മാനുഫാക്ചർ ചെയ്യുക, ഇതേപോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുക. ലാസ്റ്റ് ഇവർ വട്ടം കൂടി ഒരു തീരുമാനത്തിലെത്തി, അത് പൂട്ടേണ്ട ഒരു അവസ്ഥ വരെ എത്തി. പിന്നീട് മാർക്കറ്റിംഗ് പഠിച്ചു, ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിയാലാണ് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ തുടങ്ങിയതോടുകൂടി വിജയം കാണാൻ തുടങ്ങി. ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ലാതെ 1-2 ചാനലുകൾ മാത്രം നോക്കിയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ എന്നത് സ്റ്റോപ്പ് ആവുന്നോ അന്ന് നിങ്ങളുടെ സെയിലും സ്റ്റോപ്പ് ആവും. കഴിഞ്ഞിട്ടില്ല, കൺട്രോൾ നിങ്ങളുടെ അടുത്തല്ല. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് ഓണറുടെ കയ്യിലിരിക്കണം കൺട്രോൾ. അതിൻ്റെ വില തീരുമാനിക്കേണ്ട ആൾ നിങ്ങളായിരിക്കണം. സംരംഭകനാണ് വില തീരുമാനിക്കേണ്ടത്. ആപ്പിൾ കമ്പനിയുടെ വില US ഗവൺമെൻറ് അല്ല തീരുമാനിക്കണം, അല്ലെങ്കിൽ ചൈനയിലുള്ള മാനുഫാക്ചറർ അല്ല ആപ്പിൾ കമ്പനിയുടെ വില തീരുമാനിക്കണം, ആ ബ്രാൻഡ് ഓണർ തീരുമാനിക്കണം. ആ ഒരു പവർ നിങ്ങളുടെ കയ്യിൽ വേണം. എത്ര കൊല്ലം ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മാനുഫാക്ചറർ വെറുതെ മാനുഫാക്ചറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പേരിൽ തന്നെ ബ്രാൻഡ് ഡേ 1 മുതൽ തുടങ്ങണം. നിങ്ങൾ ചെറിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഒരു ഔട്ട്ലെറ്റ് വേണം. അവിടെ നിങ്ങളുടെ ബ്രാൻഡ് ലോഗോ കൃത്യമായിട്ട് കൊടുക്കണം. അവിടുന്ന് ഡയറക്റ്റ് സെയിൽ നിങ്ങൾ നടത്തണം. നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിലായിട്ട് എത്തണം. കാരണം ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയൊന്നും സെല് ചെയ്യണ്ടെന്ന് ഞാൻ പറയണില്ല. ഇവരേ ഉള്ളൂ എന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുതലെടുക്കാൻ തുടങ്ങും. അതെല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ശരിക്കും അടിമകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് അടിമകളായിട്ട് മാറാം. ബിസിനസ്സിലും കുറേ ബിസിനസ് അടിമകളുണ്ട്.
നമ്മളുടെ നാട്ടിൽ ഇതേപോലെ പെട്ടുപോയ ആളുകൾ. സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യുക, ബ്രാൻഡ് ചെയ്ത പ്രൊഡക്റ്റുകളുടെ വില തീരുമാനിക്കേണ്ട ആൾ നിങ്ങളാണ്. നിങ്ങൾ തീരുമാനിക്കണം വില, വേറെ ഒരാൾക്ക് അതിലൊരു ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. ആപ്പിൾ കമ്പനിക്ക് 3-4 മാനുഫാക്ചേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ എവിടെ വായിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരെ പരസ്പരം ഇവർ മത്സരിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സോഴ്സ് ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തവനെ കൊണ്ട് ചെയ്യിക്കാം. ഒരേ ഒരാളുള്ളൂ എന്ന് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായി. അവർക്ക് കൂടുതൽ ലെവറേജ് കിട്ടും, കൂടുതൽ ഡിമാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. പിന്നെ അവർ പ്രൈസ് തീരുമാനിക്കലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, ലാഭത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈ 2 സംരംഭകർക്കും പറ്റിയത് ഇതാണ്. അവർ നോക്കുമ്പോൾ വളരെ എളുപ്പമല്ല, പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അങ്ങ് കൊടുക്കുക, ഉണ്ടാക്കുക, കൊടുക്കുക, നമ്മളൊന്നും അറിയണ്ട. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൊല്ലം നിങ്ങൾ അങ്ങനെ ചെയ്താലും നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണില്ല. ഈ ബ്രാൻഡിൻ്റെ വില എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ വന്നത്. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഒരു കമ്പനി നഷ്ടത്തിലാണ്, വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ്, ശരിക്കും നഷ്ടത്തിലായി, പൂട്ടേണ്ട അവസ്ഥയിലെത്തി. അപ്പോൾ ഇവരുടെ അസറ്റുകൾ വിൽക്കാൻ വെക്കും, അവരുടെ ബിൽഡിങ്, കമ്പനി എല്ലാം വിൽക്കും. കൂട്ടത്തിൽ വിൽക്കുന്ന ഒരു സാധനമാണ് ബ്രാൻഡ്. കമ്പനി വേറെ, ബ്രാൻഡ് വേറെ. ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്പനി പൂട്ടിപ്പോകാനുള്ള കാരണം ചിലപ്പോൾ ഫൈനാൻസ് നേരെ ജോബിൽ മാനേജ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അതൊരു കാരണമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോഴും ആ ബ്രാൻഡ് നെയിം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലുണ്ട്. ആ ബ്രാൻഡും ലോഗോയും ഒരു പാക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്നും അത് ഷെൽഫിൽ നിന്ന് എടുക്കാൻ കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ ബ്രാൻഡിന് വിലയുണ്ട്. ആ ബ്രാൻഡ് സെപ്പറേറ്റ് ആയിട്ട് ഇവർ വിൽക്കാൻ വെക്കും. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഒരു അസറ്റാണ്. ചിലപ്പോൾ ആ ബ്രാൻഡ് മാത്രം വിറ്റ് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ മൊത്തം കടങ്ങൾ വീട്ടാനുള്ള എമൗണ്ട് അതിൽ നിന്ന് കിട്ടും. മാത്രമല്ല ഇതിന് തുടക്കം കുറിച്ച ഫൗണ്ടേഴ്സിന് കുറച്ച് കാശും കിട്ടും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കും, ബ്രാൻഡ് സെപ്പറേറ്റ് വിൽക്കണം. അതായത് ഇവർ വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു ട്രസ്റ്റാണ് ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിങ്ങളിങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങുന്നു, ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളവിടെ ഒന്നും ബിൽഡ് ചെയ്യണില്ല. 10 കൊല്ലം കഴിഞ്ഞു, ഇതേ പ്രോസസ്സ് തന്നെയല്ലേ. ചിലപ്പോൾ യൂണിറ്റ് ഒക്കെ വലുതാവായിരിക്കും, ചിലപ്പോൾ 5-6 മെഷീൻ എക്സ്ട്രാ ആഡ് ചെയ്യായിരിക്കും. 1 ഏക്കറിൽ ഉണ്ടായിരുന്നത് 1.5 ഏക്കർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ആളുകൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം അതാണ്. അപ്പോൾ Day 1 മുതൽ ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ടും നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ്, ഓൺ ബ്രാൻഡിൽ മാർക്കറ്റിൽ എത്തുന്നതിനെ പറ്റിയിട്ടുമാണ് സംരംഭകൻ ചിന്തിക്കേണ്ടത്. അതല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങളുടെ ബിസിനസ് വരെ അവർ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ വരും. അതൊരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. ബ്രാൻഡ് ഓണർ ആയിരിക്കണം, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആളായിരിക്കണം പ്രൈസ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റ് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.